തുടരുക. ആന ഉടമകളുടെ പ്രതിനിധിയായി ശ്രീ മഹേഷ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മഹേഷ്, ഇന്നലെ കോടതിയുടെ പരാമർശങ്ങൾ ശ്രദ്ധിച്ചു കാണും. എന്താണ് ആന ഉടമകളുടെ പ്രതിനിധി എന്ന നിലയിലുള്ള പ്രതികരണം? കോടതി പറയുന്നത് കുറച്ചുകൂടി കാര്യങ്ങൾ കടുപ്പിച്ചാണ്, ഒരുപാട് നിയന്ത്രണങ്ങൾ വേണ്ടിവരും കോടതിയുടെ നിരീക്ഷണം വെച്ചിട്ട്, അങ്ങനെ തീരുമാനം വന്നാൽ നമുക്കിടെ ഈ ഉത്സവങ്ങൾക്ക്. ഹലോ, പറഞ്ഞോളൂ. ഇതിനകത്തെ അതായത് കോടതിയുടെ ഒരു വിധിയാണ് വന്നിട്ടുള്ളത്, ഉത്തരവാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കോടതിയെ കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നില്ല. പക്ഷെ ആനയുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പുകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഒരുപാട് NGO സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ചാനലടക്കമുള്ള എല്ലാവർക്കും മനസ്സിലാക്കി കാണും. അപ്പൊ അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വലിയൊരു ആശങ്കയുണ്ട്. കാരണം 2012 നാട്ടാന പരിപാലന ചട്ടമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദയവ് ചെയ്ത് നിങ്ങളെപ്പോലുള്ള ചാനലുകൾ പോലും അതൊന്ന് വായിച്ച് മനസ്സിലാക്കണം എന്താണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രൂപം കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇത് നേരത്തെ ഞാൻ പറയുന്നത് കേട്ടു, ക്ഷേത്രത്തിലെ ആനയായി എഴുന്നള്ളിക്കുന്നത് താന്ത്രിക ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് ആന എഴുന്നള്ളിക്കുന്നത്. അത് ഇപ്പൊ എന്റെയിലൊക്കെ ഒരു എന്താ പറയാ, നമ്മുടെ തരണനല്ലൂര് പത്മനാഭ തന്ത്രിയൊക്കെ എഴുതിയിട്ടുള്ള പണ്ട് അദ്ദേഹം തിരുവമ്പാടി ദേവസ്വത്തിന് പ്രൊഫസർ മാധവൻകുട്ടി സാറ് ഉള്ള സമയത്ത് അദ്ദേഹത്തിന് കുറച്ചൊരു ലെറ്റർ ഉണ്ട്, ആന എഴുന്നള്ളിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ലെറ്റർ ഉണ്ട്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്ത്രശാസ്ത്രങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പക്ഷെ അതൊന്നും കോടതിക്ക് ബോധ്യപ്പെട്ടില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ വലിയ, അതായത് ഹിന്ദു മതം ഇല്ലാതാകുമോ ആന എഴുന്നള്ളിച്ചില്ലെങ്കിൽ എന്ന ചോദ്യം കോടതി ചോദിക്കുകയാണ്. എവിടെയാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ചോദിക്കുകയാണ്. ഇത് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. കോടതിയിൽ ആ സമയത്ത് നമ്മൾ എന്തായാലും അതിനകത്ത് നമുക്ക് കോടതിക്ക് കോടതി സത്യസന്ധമായി കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഒരുപാട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ശങ്കരാചാര്യരുടെ സൂക്തങ്ങളിൽ പോലും പറയുന്നു ആന എഴുന്നള്ളിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്. ആ കൊല്ലം ആശ്രാമം ക്ഷേത്രം തൊട്ട് നമുക്ക് കണ്ട് ഓരോ ഭാഗത്ത് നമുക്ക് നോക്കി വരാം. അങ്ങനെ വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് ആനയുടെ പ്രാധാന്യം എന്നുള്ളത്. ഈ പറയുന്ന ആളുകൾ തന്നെ ആന ജീവനോടെയുള്ള ആന വേണ്ട, പകരം റോബോട്ടിക് ആനകൾ മതി എന്ന് പറയുമ്പോ അപ്പൊ ആന വേണമെന്ന് പറയുന്നുണ്ടല്ലോ അവിടെ. അപ്പൊ വെറുതെ ഒരു ആനയുടെ രൂപം കൊണ്ടുവരുമ്പോ എന്താ അപ്പൊ അതിന്റെ പിന്നിൽ എന്താണ്? അപ്പൊ ആന വേണം എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കോടതി പറയുന്നത് കൊണ്ട് നമുക്ക് നേരിട്ടൊന്നും കോടതിയെ പറയാനായിട്ട് സാധിക്കില്ല. കാരണം കോടതിയെ നേരിട്ട് പറയണ്ട, നിങ്ങൾക്ക് കക്ഷി ചേരാം. താങ്കൾ ഈ പറഞ്ഞ വാദങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാം, അതിന്റെ ആവശ്യകത കോടതിയെ ബോധ്യപ്പെടുത്താം. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിക്കാണ് അതിന് കൂടുതൽ സാധ്യതകൾ ഉള്ളത്. അതുകൊണ്ട് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി അതിനകത്ത് കക്ഷി ചേർന്നിട്ടുണ്ട്. ഓൾറെഡി സുപ്രീം കോടതിയിൽ കേസ് ഉള്ളതാണ്. അപ്പൊ കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ അവിടെയും കക്ഷി ചേർന്നിട്ടുള്ളതാണ്. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും സുപ്രീം കോടതിയിലുള്ളതാണ്. അതുപോലെ തന്നെ ഹൈക്കോടതിയിലുള്ളതാണ്. അപ്പൊ അവര് നമ്മുടെ വക്കീലിന് എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം അവർ മുന്നിലേക്ക് പോവും. പക്ഷെ ഇപ്പൊ അടുത്ത് നടക്കുന്ന ഉത്സവങ്ങൾക്ക് ഒരു ഭംഗം വരാത്ത രീതിയിൽ നടത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പൊ അതിന് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ട്. അതെ, ശരി. മഹേഷാണ്, അദ്ദേഹം ആന ഉടമകളുടെ സംഘടനയാണ്. കാരണം ആന ഉടമകൾക്കൊക്കെ അവരോട് ആശങ്ക ഉണ്ടാക്കുന്ന ചില തീരുമാനങ്ങളാണ്. ഉത്സവത്തിനൊന്നും ആന വേണ്ട, അല്ലെങ്കിൽ ആനകളുടെ എണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു വലിയ വ്യവസായം കൂടിയാണ് സംസ്ഥാനത്ത്. ഈ ആന ഉടമകൾ നിരവധി ആളുകളുണ്ട്. നാട്ടാനകൾ, ഒരുപാട് ആനകൾ എഴുന്നള്ളത്തിനും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. വലിയ ചെലവുള്ള ഒരു വ്യവസായം കൂടിയാണ് ആനകളെ പരിപാലിക്കുക എന്ന് പറയുന്നത്. ഉത്സവങ്ങളിലെ എഴുന്നള്ളിപ്പാണ് ആന ഉടമകൾക്കുള്ള വരുമാനം എന്നത് പ്രധാനമാണ്. അതില്ലാതാവുക എന്നുള്ളതും ഇവരുടെ പരിപാലനത്തിനടക്കം വലിയ പ്രശ്നമായി മാറും. നാട്ടാന പരിപാലന നിയമമൊക്കെ ഉണ്ട്. 2013 നാട്ടാന പരിപാലന നിയമം, ചട്ടം ഒക്കെ ഉണ്ട്. ഇതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷെ അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കടുപ്പിക്കുകയാണ് കോടതി എന്നുള്ളതാണ്. ആജ്ഞ ഇന്നിപ്പോൾ അവിടുത്തെ ഉത്സവമാണെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെ? അവിടെ 15 ആനകൾ വേണമെന്നുള്ള ആവശ്യമാണ്. അതിപ്പോൾ അവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ അവർ അത്തരത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞോ? കോടതിയുടെ ഉത്തരവ് കാത്തിരിക്കുകയാണോ ക്ഷേത്രം? തീർച്ചയായിട്ടും രഞ്ജിത്ത്, കോടതിയുടെ ഉത്തരവിന് ശേഷം അതിനായി ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുമ്പേ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇതാണ്: 3 മീറ്റർ ഡിസ്റ്റൻസിൽ വേണം ആനകളെ നിർത്താൻ. അതായത് എത്ര ആനകളുണ്ടോ അതിനിടയിൽ 3 മീറ്ററിന്റെ ഡിസ്റ്റൻസ് വേണം. ആനകൾ തമ്മിലിടയാനുള്ള സാഹചര്യം ഒഴിവാക്കാനും അതുപോലെ ആളുകളെ നിർത്തേണ്ടത് ആനയ്ക്ക് ചുറ്റും 10 മീറ്റർ അകലത്തിലുമായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ആനകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മതപ്പാടിളകുകയോ അങ്ങനെ അല്ലെങ്കിൽ പ്രൊവോക്ഡ് ആകുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ, ആന വിരണ്ടോടുന്ന സാഹചര്യമുണ്ട്, മതം പൊട്ടണമെന്നില്ല. അപ്പോ അത്തരം സാഹചര്യങ്ങളിൽ ആളുകളെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നിർദ്ദേശം കോടതി വെച്ചത്. മാത്രമല്ല 24 മണിക്കൂർ ഒരു എഴുന്നള്ളത്തിന് ശേഷം 24 മണിക്കൂർ റെസ്റ്റ് ആനകൾക്ക് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്.
ഈ പറയുമ്പോൾ 126 കിലോമീറ്റർ ഒക്കെ ഒറ്റ അടിക്ക് ആനയെ യാത്ര ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടികൾ കയറ്റി അതായത് അതിന് ഇടുങ്ങി നിൽക്കാൻ പാകത്തിന് ഉള്ള വണ്ടികളിലൊക്കെ നിർത്തിക്കൊണ്ടുപോകുന്ന നിരവധി കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ കോടതിയുടെ ഇടപെടൽ വളരെ വ്യക്തമായി തന്നെ ഈ വിഷയത്തിലുണ്ട്. ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. നമുക്കറിയാം ഈ എന്തൊക്കെ കോടതി കാണുന്നത് വെൽഫെയർ ആണ്, മനുഷ്യരുടെ സുരക്ഷിതത്വം കൂടി പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷനുകളുടെ തീരുമാനങ്ങളൊക്കെ പലപ്പോഴും ആ സമയത്ത് മാത്രമാണ് ചർച്ചയാവുന്നത്. ഈ ആനകളുടെ കാര്യത്തിലും അതാണ്, ഒരു ഡിസ്റ്റൻസ് ഇട്ട് ആനകളെ നിർത്തണം, ആനകളെ കാണുന്നവർക്ക് ഉള്ള എത്ര ദൂരം വേണം എന്ന കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായ പരാമർശങ്ങളുണ്ട്. അത് ആനകളുടെ നല്ലതിനും ഒപ്പം ചുറ്റും കാണാൻ കൂടുന്നവരുടെ നല്ലതിനും ഒക്കെയായുള്ള ചില നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടായേക്കാം എന്ന് വേണം പ്രതീക്ഷിക്കാൻ.